ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. പ്ലസ് ടു എക്കണോമിക്സിനകത്ത് മാക്രോയിലെ പോർഷൻസിലോട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് തന്നെ ഒരു വൺ വേർഡ് ഉണ്ട്, ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി. ഇവിടെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഇതൊരു ടെക്സ്റ്റ് ബുക്കാണ്. ഈ ബുക്ക് എഴുതിയത് ആരാണെന്ന് ചോദിക്കാറുണ്ട്. ആരാണ്? ജെ.എം. കെയ്ൻസ് ആണ് എഴുതിയത്. അപ്പോൾ ആ ഒരു വൺ വേർഡ് നിങ്ങൾ ഓർക്കുക. പിന്നെ ഗ്രേറ്റ് ഡിപ്രഷൻ, മഹാമാന്യത്തെക്കുറിച്ചിട്ട് ഒരു 4 മാർക്കിന് കണക്കാക്കി എന്ത് ചെയ്യണം, നോക്കിയിട്ട് പോകണം കേട്ടോ. ഗ്രേറ്റ് ഡിപ്രഷനെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട് നമുക്ക്. പിന്നെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് 4 സെക്ടേഴ്സ് ഓഫ് ദ എക്കോണമിയാണ്. അതായത് എന്താണ്, എക്കോണമിയുടെ 4 സെക്ടേഴ്സിനെ പറ്റിയിട്ട്. ഫേംസ് ഉണ്ട്, ഹൗസ് ഹോൾഡ് ഉണ്ട്, ഗവൺമെൻറ് ഉണ്ട്, എക്സ്റ്റേണൽ സെക്ടർ ഉണ്ട്. ഇത് 4 സെക്ടേഴ്സ്. ഈ 4 സെക്ടേഴ്സിൻ്റെ പേര് നിങ്ങളൊന്ന് നോക്കിയിട്ട് പോയാൽ മതി. ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നോക്കാനായിട്ട്. അടുത്ത രണ്ടാമത്തെ ചാപ്റ്ററിലോട്ട് വരുന്ന സമയത്ത് വലിയൊരു ചാപ്റ്ററാണ്. അതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത് ആദ്യമേ തന്നെ കുറച്ച് ഗുഡ്സിനെ പറ്റി പഠിക്കുന്നുണ്ട്. കണ്ടോ, ഉപഭോഗ ഉൽപ്പന്നങ്ങൾ, മൂലധന ഉൽപ്പന്നങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് കൺസ്യൂമർ ഗുഡ്സ്, ക്യാപിറ്റൽ ഗുഡ്സ്, ഫൈനൽ ഗുഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഗുഡ്സിനെ പറ്റി പഠിക്കുന്നുണ്ട്. അതൊക്കെ എന്താണെന്നുള്ളത് അറിഞ്ഞു വെച്ചിരിക്കുക. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കോൺസെപ്റ്റാണ് സ്റ്റോക്ക് ആൻഡ് ഫ്ലോ. ഓക്കെ, ശേഖരവും പ്രവാഹവും എന്താണെന്നുള്ളത് അതിൻ്റെ എക്സാമ്പിൾസ് സഹിതം നിങ്ങളൊന്ന് നോക്കിയിട്ട് പോവുക കേട്ടോ. സ്റ്റോക്സ് ആൻഡ് ഫ്ലോസ് എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് 1 വേർഡിനോ 2 മാർക്സിനോ ഒക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് അതങ്ങനെ പറഞ്ഞത്. പിന്നെ നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ടത് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ആണ്. അതായത് വരുമാനത്തിൻ്റെ ചാക്രിക പ്രവാഹവും ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതികളും. ഓക്കെ, അപ്പോൾ ചാക്രിക പ്രവാഹം, സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം, ഈ ഒരു ചാർട്ട് നിങ്ങളെല്ലാവരും ആരെങ്കിലും പഠിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ ഇത് കൃത്യമായിട്ട് നിങ്ങൾ വരച്ച് പഠിച്ചിട്ട് തന്നെ പോവുക. അത് മാത്രം വരച്ച് വെച്ചാലും അവിടെ നമുക്ക് മാർക്ക് കിട്ടും. എല്ലാവരും ആ ചാർട്ട് എന്ത് ചെയ്യുക, വരച്ച് പഠിച്ചിട്ട് തന്നെ പോവുക. അടുത്ത നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വളരെ പ്രധാനമായിട്ട് 8 മാർക്ക് കണക്കാക്കി പഠിക്കേണ്ടതാണ് ഇത്. കാൽക്കുലേഷൻ ഓഫ് നാഷണൽ ഇൻകം, ദേശീയ വരുമാനം എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്നുള്ളത്. അതിന് 3 മെത്തേഡ്സ് ഉണ്ട്. പ്രോഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറഞ്ഞിട്ട്. ഉൽപ്പന്ന രീതി, ചെലവ് രീതി, അതുപോലെ തന്നെ വരുമാന രീതി എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. അപ്പോൾ അതെല്ലാവരും 8 മാർക്ക് കണക്കാക്കി, അതൊത്തിരി ഉണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. അത് നോക്കിയിട്ട് പോവുക. അതെന്തായാലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 8 മാർക്കിന് വന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഷോർട്ട് എസ്സേയുടെ സെക്ഷനിൽ എന്തായാലും എവിടെയായാലും അത് ചോദിക്കാണ്ടിരിക്കില്ല. പിന്നെ ചില സ്ഥൂല സാമ്പത്തിക സമവാക്യങ്ങൾ, അതായത് മാക്രോ എക്കണോമിക് ഇക്വേഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക്കാണ്. ഇക്വേഷൻസ് അല്ല, ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതിനകത്ത് കുറേ ഇക്വേഷൻസ് ഉണ്ട്. ഇത് റിലേറ്റ് ചെയ്തിട്ട് ഒരു കണക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ 1 വേർഡ്സ് ആയിരിക്കും ഈ ഒരു ടോപ്പിക്കിനകത്തുനിന്ന് വരുന്നത്, മാക്രോ എക്കണോമിക് ഐഡൻറ്റിറ്റീസ്. ഓക്കെ, അത് നിങ്ങൾ കണ്ടോ, ഒത്തിരി ഇക്വേഷൻസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് കണക്കായിട്ടോ അല്ലെങ്കിൽ ആ ഇക്വേഷൻസ് തന്നെ 1 വേർഡായിട്ടൊക്കെ ചോദിക്കാം. പിന്നെ അടുത്ത നല്ല എളുപ്പമുള്ളൊരു ടോപ്പിക്കാണ് റിയൽ ജി ഡി പിയും നോമിനൽ ജി ഡി പിയും. ഓക്കെ, പണാത്മക ജി ഡി പിയും യഥാർത്ഥ ജി ഡി പി, ഓക്കെ, അല്ലെങ്കിൽ മോണിറ്ററി ജി ഡി പി എന്നും പറയുന്നുണ്ട്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ട് പോവുക. ദെൻ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ജി ഡി പി ഡിഫ്ലാറ്ററിനെ പറ്റി പഠിക്കുന്നത്. അപ്പോൾ ജി ഡി പി ഡിഫ്ലാറ്റർ നമുക്ക് ഒരു പ്രോബ്ലമായിട്ടും മീൻസ് അത് കാൽക്കുലേറ്റ് ചെയ്യാനും ചോദിക്കാറുണ്ട്. അതിൻ്റെ കാര്യം എന്താണെന്നുള്ളത് തിയററ്റിക്കലായിട്ട് എഴുതാനും പറയാറുണ്ട് കേട്ടോ. പിന്നെ ജി ഡി പിയും ക്ഷേമവും എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ടോപ്പിക്കാണ് ജി ഡി പി ആൻഡ് വെൽഫെയർ. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊരു ഷോർട്ട് എസ്സേ മോഡലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ്. ഫുള്ള് ഈസി ആയിട്ടുള്ള തിയറി തന്നെയാണ് ഇതിനകത്ത് പറഞ്ഞു പോകുന്നത് കേട്ടോ. വലിയ ഹാർഡായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇനി നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് പോകുന്ന സമയത്ത് 3ാമത്തെ പാഠം, അതിനകത്ത് ആദ്യമേ തന്നെ മണിയുടെ ഫ്യൂച്ചേഴ്സ്, ഓക്കെ, അതായത് പണത്തിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറയുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. ദെൻ നെക്സ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് കേന്ദ്ര ബാങ്ക്, സെൻട്രൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. സെൻട്രൽ ബാങ്ക് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. അത് ഫുള്ള് തിയറിയാണ്. അത് വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് പോകുന്നത് നല്ലതായിരിക്കും. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മോണിറ്ററി പോളിസി. അതായത് നോക്കൂ, പണത്തിൻ്റെ പ്രധാനം നിയന്ത്രിക്കുന്നതിനുള്ള നയ ഉപാധികൾ. ഇതിനകത്ത് നമ്മൾ ഈ ഒരു ടോപ്പിക്കിനകത്ത് മോണിറ്ററി പോളിസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, മോണിറ്ററി പോളിസി 8 മാർക്കിനോ അല്ലെങ്കിൽ ഷോർട്ട് എസ്സേ ആയിട്ട് കൂടുതലായിട്ടും 8 മാർക്കിന് തന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് പോവുക. ഓക്കെ, പിന്നെ ഈ ഒരു ചാപ്റ്ററിൻ്റെ അവസാനം ഇങ്ങനെ 4 ഇക്വേഷൻസ് ഉണ്ട്, M1, M2, M3, M4 എന്ന് പറഞ്ഞിട്ട്. നാരോ മണി, ബ്രോഡ് മണി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കാനുണ്ട്. അപ്പോൾ ആ ഇക്വേഷൻസും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവുക. 1 വേർഡിനകത്തും 2 മാർക്സിനകത്തൊക്കെ അത് വരാറുണ്ട് കേട്ടോ. അടുത്ത് നമുക്ക് വരുന്നത് 4th ചാപ്റ്ററാണ്. ഇതിനകത്ത് ആദ്യമേ തന്നെ
സഞ്ചിത ചോദനവും അതിൻ്റെ ഘടകങ്ങളും, ആഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് ഇറ്റ്സ് കമ്പോണൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക്കാണ്. ഇത് നിങ്ങളെല്ലാവരും നോക്കുക. ഇതിനകത്ത് എന്താണ് നമ്മുടെ കൺസെപ്ഷനെ പറ്റിയിട്ടും ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റിയിട്ടും ഒക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. MPC MPS ഒരുപാട് ഇക്വേഷൻസും പറയുന്നുണ്ട്. സോ അതെല്ലാം നിങ്ങൾ നോക്കിയിട്ട് പോകുക കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ദ്വിമേഖലാ മാതൃകയിലെ വരുമാന നിർണ്ണയം എങ്ങനെയാണ്, അത് 2 സെക്ടർ എക്കോണമിയിലുള്ള ഇൻകം ഡിറ്റർമിനേഷൻ, ഓക്കെ. ദെൻ അതിൻ്റെ ഇക്വിലിബ്രിയം എങ്ങനെയാണ്, ഓക്കെ. മീൻസ് അതെല്ലാം കൂടി ഇങ്ങനെ അതിനെ തുടർന്ന് വരുന്ന ഈ ഒരു ടോപ്പിക്കാണ് ഇതിൻ്റെ ഇക്വിലിബ്രിയം, അതായത് സമതുലിത വരുമാനത്തിൻ്റെ നിർണ്ണയം എന്നുള്ള നിലയ്ക്കൊക്കെ. സോ ഇതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് പോവുക, ഗ്രാഫുകളൊക്കെ നോക്കിയിട്ട് പോവുക. ഇതെല്ലാം കൂടി ചേർത്തിട്ടായിരിക്കും നമുക്ക് ഒരു ഷോർട്ട് എസ്സേ ആയിട്ടോ അല്ലെങ്കിൽ എസ്സേ ആയിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ആഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് ഇറ്റ്സ് കമ്പോണൻസ്. അപ്പോൾ ഏതൊക്കെ എഴുതണം? കൺസെപ്ഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ്, പിന്നെ അതിൻ്റെ ഇക്വിലിബ്രിയം എങ്ങനെയാണെന്നുള്ള കാര്യവും ഗ്രാഫും ഒക്കെ നിങ്ങളവിടെ എഴുതുക. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ്, മിതവ്യയത്തിൻ്റെ വിരോധാഭാസം എന്ന് പറഞ്ഞിട്ട്. ഇതൊരു 2 മാർക്കിനൊക്കെ ചോദിക്കാൻ അല്ലെങ്കിൽ 3 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. തിയറി തന്നെയാണ്, ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതിയാവും. നെക്സ്റ്റ് നമുക്ക് വരുന്ന 5ാമത്തെ ചാപ്റ്ററാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ബജറ്റ് എന്താണ്, അർത്ഥവും ഘടകങ്ങളും അത് തന്നെയാണ് ആദ്യം പഠിക്കേണ്ടത്. ബജറ്റിൻ്റെ, അതായത് കമ്പോണൻസ് ഓഫ് ബഡ്ജറ്റ് എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്. സോ ഏതൊക്കെ കമ്പോണൻസ് ആണ് ഉള്ളത് അത് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോക്കിയിട്ട് പോവുക. അതായത് അലോക്കേഷൻ, ഫങ്ഷൻ ഓഫ് ഗവൺമെൻറ് ബഡ്ജറ്റ്, അതിൻ്റെ ധർമ്മങ്ങളും പറയുന്നുണ്ട്. സോ ഇത് ഫുള്ളി എന്ത് ചെയ്യുക, നോക്കിയിട്ട് പോവുക. ധർമ്മങ്ങളായിട്ട് ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നതാണ്. ഏതൊക്കെ? ഒന്ന് എവിടെ കാണിച്ചു തന്നു, അലോക്കേഷൻ എവിടെ കൊടുത്തിട്ടുണ്ട്, സർക്കാർ ബജറ്റിൻ്റെ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ്, അലോക്കേഷൻ, ഫങ്ഷൻ ഓഫ് ഗവൺമെൻറ് ബഡ്ജറ്റ്. പിന്നെ 2ാമത്തെ ഫങ്ഷനാണ് റീഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ ഓഫ് ഗവൺമെൻറ് ബഡ്ജറ്റ്. 3ാമത്തെ ഒബ്ജക്റ്റീവാണ് സ്റ്റെബിലൈസേഷൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഷോർട്ടസ് ആയിട്ട് ചോദിക്കാം. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് ഗവൺമെൻറ് ബഡ്ജറ്റിൻ്റെ ക്ലാസിഫിക്കേഷനാണ്, ഓക്കെ. അതായത് എന്താണ്, റെസിപ്റ്റായിട്ടും ഒക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടല്ലോ. അതൊരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. ഈ ഒരു ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. സർക്കാർ ബജറ്റിനെ റവന്യൂ ബജറ്റ് എന്ന്, മൂലധന ബജറ്റ് എന്ന് ക്ലാസിഫൈ ചെയ്യുന്നു. പിന്നെ ഒരുപാട് ക്ലാസിഫിക്കേഷൻ, ഇതിനൊക്കെ നല്ല രീതിയിൽ എക്സ്പ്ലനേഷൻ ടെക്സ്റ്റിൽ എന്താണ് വാരി വലിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കാര്യം എന്താണെന്നുള്ളത് മാത്രം മനസ്സിലാക്കിയിരുന്നാൽ മതിയാവും. ആ കൃത്യമായിട്ട് ഏതൊക്കെ കമ്പോണൻസ് ആണ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾ പഠിക്കണം, ഓക്കെ. എങ്കിൽ നമുക്കവിടെ വേറെ വലിയ പ്രശ്നം വരത്തില്ല, ഓക്കെ. പിന്നെ ബാലൻസ്ഡ് സർപ്ലസ് ആൻഡ് ഡെഫിസിറ്റ് ബജറ്റ്, സന്തുലിത മിച്ച കമ്മി ബജറ്റ് എന്താണെന്നുള്ളത് ഒന്ന് നോക്കിയിട്ട് പോകാം കേട്ടോ. അത് നമുക്കൊരു 1 വേർഡിനോ 2 മാർക്സിനൊക്കെ ചോദിക്കാം, അത് ഈസിയാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് പോവുക. ദെൻ മെഷേഴ്സ് ഓഫ് ഗവൺമെൻറ് ബജറ്റ്, സർക്കാർ കമ്മി തിട്ടപ്പെടുത്തൽ. ഇതിനകത്ത് ഒരു 2-3 ഇക്വേഷൻസ് ഉണ്ട്. ഇത് റിലേറ്റ് ചെയ്തിട്ട് കണക്കായിരിക്കും നമുക്ക് ചോദിക്കുന്നുണ്ടാവുക പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട്. സോ പ്രോബ്ലം ചെയ്യാൻ ചോദിച്ചില്ലാന്നുണ്ടെങ്കിൽ 1 വേർഡ്സ് ഒക്കെ അതിനകത്ത് നിന്ന് ആ ഇക്വേഷൻ വെച്ചിട്ടൊക്കെ 1 വേർഡും വരാറുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾ ആ ഇക്വേഷൻ വൃത്തിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചേക്കുക. പിന്നെ കണക്കും ചെയ്ത് നോക്കിയിട്ട് പോകാം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ചാപ്റ്റർ, ദാറ്റ് ഈസ് 4ാമത്തെ പാഠം. അതിൽ ഞാൻ പറഞ്ഞല്ലോ MPC MPS ഒക്കെ. അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ട് ഒരു കണക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. ഒരു 3 ചെറിയ മാർക്കിനൊക്കെ തന്നെയാവും. MPC MPS ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കണക്ക് ചോദിക്കാറുണ്ട്. അതവിടെ പറയാൻ വേണ്ടിയിട്ട് വിട്ടുപോയി, അതാണ് ഇവിടെ പറഞ്ഞത്. അടുത്തിനി നമുക്ക് വരുന്ന ലാസ്റ്റത്തെ ചാപ്റ്ററാണ് എന്താണ്, ഓപ്പൺ എക്കോണമി. ഓപ്പൺ എക്കോണമീനെ പറ്റിയിട്ടാണ്. അതിൽ ആദ്യമേ തന്നെ ഞാൻ ഈ സെൻറ്റൻസ് ഒന്ന് വായിക്കാം. പുറം ബന്ധങ്ങൾ, അതായത് എല്ലാം പുറം ബന്ധങ്ങളുള്ളവയാണ്. ഇത്തരം പുറം ബന്ധങ്ങൾ ഉണ്ടാക്കുന്നത് പ്രധാനമായും 3 മാർഗങ്ങളുടേത്. അതായത് നമ്മുടെ എക്കോണമി എങ്ങനെയാണ് മറ്റ് രാജ്യങ്ങളുമായിട്ടൊരു ലിങ്കേജ് ഉണ്ടാക്കുന്നത്. ഇംഗ്ലീഷിൽ ആ ഒരു വേർഡാണ് പറഞ്ഞിട്ടുള്ളത്, ലിങ്കേജ്, ഓക്കെ. പുറം ബന്ധങ്ങൾ എങ്ങനെ ഉണ്ടാക്കുന്നു, ഓക്കെ. അപ്പോൾ അത് നമുക്കൊരു 3 മാർക്കിനൊക്കെ അല്ലെങ്കിൽ 4 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് നമ്മുടെ എക്കോണമി പുറം രാജ്യങ്ങളുമായിട്ട് ബന്ധം ഉണ്ടാക്കുന്നത്, ലിങ്കേജ് ഉണ്ടാക്കുന്നത്, പുറം ബന്ധങ്ങൾ എങ്ങനെ ഉണ്ടാക്കുന്നു, ആ 3 കാര്യങ്ങളാണ് ഇവിടെ പോയിൻ്റ് ഔട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾ ആദ്യം ഈ ഒരു ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ തന്നെ പഠിച്ചിട്ട് പോവുക കേട്ടോ. ദെൻ നെക്സ്റ്റ് നോക്കേണ്ടത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്, അടവ് ശിഷ്ടം അല്ലേ. ബാലൻസ് ഓഫ് പേയ്മെൻറ്റും അതുപോലെ നിങ്ങൾ പഠിക്കേണ്ടതാണ് ബാലൻസ് ഓഫ് ട്രേഡും, ഓക്കെ. ബാലൻസ് ദാറ്റ് ഈസ് BOT എന്നും BOP എന്നൊക്കെ നമുക്ക് ഷോർട്ടായിട്ട് നമ്മൾ പറയും, ഓക്കെ. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ നോക്കിയിട്ട് പോവുക. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്താണ്, ബാലൻസ് ഓഫ് ട്രേഡ് എന്താണ്, അത് രണ്ടും ഒരു 3-4 മാർക്കിന് കമ്പയർ ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കും, ഓക്കെ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടേബിളിൻ്റെ ഫോർമാറ്റിലൊക്കെ ഓർത്ത് വെച്ചേക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ ഇതിനകത്ത് ഈ ഒരു ചാപ്റ്ററിനകത്ത്
ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ എന്താ പറയുക എക്സ്പാൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്നും അങ്ങനെ പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യം പോലും അല്ല. പക്ഷേ നിങ്ങൾ ഈ കാര്യം എന്താണെന്നുള്ളത് അറിഞ്ഞിരുന്നാൽ മതി. ഫസ്റ്റ് ഈ ചാപ്റ്ററിനകത്ത് ആ ലിങ്കേജസ് 3 പഠിച്ചു വെക്കുക. അതെല്ലാവർക്കും പഠിക്കാൻ പറ്റുന്നതാണല്ലോ. നെക്സ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടത് BOP എന്താണ്, BOT എന്താണെന്ന്. അത് എക്സ്പ്ലെയിൻ ചെയ്ത് കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് പക്ഷേ നമുക്ക് ഷോർട്ടായിട്ടൊക്കെ ആയിരിക്കും മിക്കവാറും ചോദിച്ച് കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. അപ്പോൾ കാര്യം എന്താണെന്നുള്ളത് മാത്രം ഒന്ന് പറ്റുന്ന പോലെ ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ട് പോവാം കേട്ടോ. ഇനി നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് വിനിമയ നിരക്ക് നിർണ്ണയം, അല്ലെങ്കിൽ നമുക്ക് പറയാം എന്താണ് എക്സ്ചേഞ്ച് റേറ്റ്. ഓക്കെ, എക്സ്ചേഞ്ച് റേറ്റിനെ പറ്റിയിട്ട് പഠിക്കണം, ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റിനെ പറ്റിയിട്ട് പഠിക്കണം. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റുകളാണ് എന്താണ് അസ്ഥിര വിനിമയ നിരക്ക് അല്ലേ, മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് 2-3 എക്സ്ചേഞ്ച് റേറ്റിനെ പറ്റിയിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. ആ എക്സ്ചേഞ്ച് റേറ്റുകളെ പറ്റിയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് വിനിമയ നിരക്ക് എന്നാണ് പറയുക. ഓക്കെ, വിനിമയ നിരക്ക് ആ ഒരു ടോപ്പിക് എടുക്കുക, അതിനകത്ത് ആ പറഞ്ഞിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റുകളെ കുറിച്ചിട്ടൊന്ന് അറിഞ്ഞിട്ട് പോവുക. ജസ്റ്റ് കോൺസെപ്റ്റ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. നമുക്കൊരു ഷോർട്ടസ്റ്റ് ആയിട്ടൊക്കെ ആയിരിക്കും ഈ ഒരു എക്സ്ചേഞ്ച് റേറ്റുകളെ പറ്റിയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കുക കേട്ടോ. ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ്, മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. സോ അതെന്ത് ചെയ്യുക, എല്ലാവരും എക്സ്ചേഞ്ച് റേറ്റിനെ പറ്റിയിട്ട് പഠിച്ചിട്ട് പോവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്റർ റിലേറ്റ് ചെയ്തിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത്. ഞാൻ 2 ദിവസമായിട്ട് വീഡിയോസൊന്നും ഇടക്കില്ല, കമൻസിന് റിപ്ലൈ തന്നിട്ടില്ല, എനിക്കറിയാം. സോ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും കുറേ ഇഷ്യൂസായിട്ട് അങ്ങനെയായിരുന്നു. അപ്പോൾ എന്താണ് അങ്ങനെ കമൻ്റൊന്നും വായിക്കാനോ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല കേട്ടോ. ബട്ട് സോറി, ഞാൻ മൈക്രോയ്ക്ക് അന്ന് തിങ്കളാഴ്ച അല്ല, ഞാനതിന് മുന്നേ ഇട്ടതായിരുന്നു. എനിക്ക് തോന്നുന്നു സൺഡേ വരെ ഞാൻ റെഗുലറായിട്ട് വീഡിയോസ് ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറ്റർഡേ എങ്ങാണ്ടോ ആണെന്ന് തോന്നുന്നു. എന്താണ് തിങ്കൾ തന്നെയാണോ, എന്തായാലും ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു മൈക്രോ ഒക്കെ. കാരണം എനിക്കുണ്ടായിരുന്നു, നിങ്ങൾക്ക് എക്കണോമിക്സ് പഠിക്കാൻ അത്യാവശ്യം നല്ല രീതിയിൽ ടൈമുണ്ട് എല്ലാവർക്കും. അപ്പോൾ നേരത്തെ തന്നെ വീഡിയോസൊക്കെ ഇട്ട് തരണം, അപ്പോൾ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കുമല്ലോ എന്നുള്ളൊരു ഇത് വെച്ചിട്ട് അങ്ങനെ പ്ലാൻ ചെയ്തതാണ്. പക്ഷെ നമ്മളെപ്പോഴും പറയില്ല, പ്ലാൻ ചെയ്യുന്നതായിരിക്കും നമുക്കൊന്നും ഒട്ടും നടപ്പിലാക്കാൻ പറ്റാതെ പോകുന്നത്. അപ്പോൾ അങ്ങനത്തെ അവസ്ഥയായിരുന്നു. പ്രതീക്ഷിക്കാതെ കുറേ സംഭവങ്ങൾ ആയിരുന്നു. സോ ഞാൻ ഈ വീഡിയോ ഒക്കെ നേരത്തെ ഇടണമെന്ന് വിചാരിച്ചതാണ്. വേറെയും കുറേ ടോപ്പിക്സൊക്കെ ഞാനിങ്ങനെ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എക്കണോമിക്സ് റിലേറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ആക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതൊന്നും നടന്നില്ല. സോ എന്താണ് ക്ഷമ ചോദിക്കുകയാണ്. കുറച്ച് കുട്ടികളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു പല ടോപ്പിക്സൊക്കെ എടുത്തു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് ഈ വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റാത്ത കേട്ടോ. സോ നിങ്ങളെന്തായാലും ഈ മാക്രോ, പിന്നെ ഇന്ന് എന്തായാലും എന്തെങ്കിലും ഒരു വീഡിയോ എനിക്ക് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ്. എന്തായാലും മാക്രോ ബാക്കി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഇതിന്ന് ചെയ്യുന്നത്. അപ്പോൾ മേ ബി നിങ്ങളെല്ലാം നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞ് കാണും. പക്ഷെ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ചെക്കൗട്ട് നടത്താമല്ലോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചോ ഇല്ലയോ എന്നുള്ളൊരു കാര്യമെങ്കിലും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, സോ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് റെഗുലറായിട്ട് വീഡിയോസൊക്കെ ഇടാം. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഇഷ്യൂസ് ആയിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് ഇടാൻ പറ്റാത്തത്. ഓക്കെ, സോ അത്രയേ ഉള്ളൂ. താങ്ക് യു.